Hi all, welcome back to Learnino. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡി സി ജനറേറ്ററിലെ MCQs ആണ് കേട്ടോ. അപ്പോൾ ഡി സി ജനറേറ്റർ എന്ന ആ ഒരു മൊഡ്യൂളിനകത്ത് നമുക്ക് അറിയാവുന്നതാണ് എല്ലാ മിഷൻസും റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ഇതിനകത്തുണ്ട്. അതായത് ട്രാൻസ്ഫോമർ റിലേറ്റഡ് ആയിട്ട്, അതുപോലെ AC മെഷീൻസ് ആയിക്കോട്ടെ, DC മെഷീൻസ് ഒക്കെ ഇതിനകത്ത് തന്നെയാണ്, നമ്മുടെ DC ജനറേറ്ററിനകത്ത് തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. First question, a 4-pole lab wound DC generator has 720 conductors, a flux of 40 Weber per pole is driven at 400 rpm. Find the generated EMF. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. EMF കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. EMF അറിയാലോ. EMF കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? EG ഈക്വൽ ടു അല്ലേ, അല്ലെങ്കിൽ EMF ഈക്വൽ ടു തന്നെ നമുക്ക് എഴുതാം. 5ZNP/16A അല്ലെങ്കിൽ എന്താ 5NZP/16A എന്നൊക്കെ നമുക്ക് പഠിച്ചിട്ടുള്ളതാണ് അതൊക്കെ അല്ലേ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി നോക്കാം. അപ്പോൾ ഇതിലെ 5 പറഞ്ഞാൽ എന്താണ്? ഫ്ലക്സ് ആണ് അല്ലേ. Z എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ടർ ആണ്. N പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ്, P പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ്, പിന്നെന്താ ഉള്ളത്? 60A ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കണ്ടന്റ് തന്നിട്ടുണ്ട് നോക്കിയേ. ഫ്ലക്സ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എത്രയാണ്? 40 അല്ലേ. 40 മില്ലി വെബർ MWB അല്ലേ. 40 തന്നിട്ടുണ്ട്. അടുത്ത എന്താ തന്നിട്ടുള്ളത്? കണ്ടക്ടർ 720 തന്നിട്ടുണ്ട്. Z സ്പീഡ് തന്നിട്ടുണ്ട് 400 rpm. പോൾസ് ഇത് ഏത് വൈൻഡിങ് ആണ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ തന്നിട്ടുള്ളത് ഏത് വൈൻഡിങ് ആണെന്ന് നമ്മൾ നോക്കണം. ഇതിൽ ഏതാണ്? ലാപ്പ് വോൺ DC ജനറേറ്റർ ആണ്. ലാപ്പ് വൈൻഡിങ് ആണ്. അപ്പോൾ ലാപ്പ് വൈൻഡിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്പർ ഓഫ് പോൾസ്. അതായത് A ഈക്വൽ ടു P ഈക്വൽ ടു എന്ത് തന്നെയാണ്? ഏത് തന്നെയാണ്? A ഈക്വൽ ടു P ഈക്വൽ ടു 4 ആണ്. പഠിച്ചിട്ടുള്ളതല്ലേ, നമുക്കറിയുന്നത് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അതായത് 14 × 10⁻³ × 720 × 400 rpm അല്ലേ ബൈ 60 എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടില്ലേ? ഇവിടെ 4 ഉണ്ട് കേട്ടോ, അത് വിട്ടുപോയില്ലേ നമ്മൾ. 4 ഡിവൈഡഡ് ഇൻറ്റു 4. അപ്പോൾ ഈ 4 ക്യാൻസലായി, അതായത് പോൾസും എയും ക്യാൻസലായി പോയി. അപ്പോൾ ബാക്കി വരുന്നത് മാത്രമാണ് അത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 192 വോൾട്ട് ആണ്. മനസ്സിലായില്ലേ? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതേ സമയം ഇത് വേവ് വൂണ്ട് വൈൻഡിങ്ങിലാണ് തന്നിട്ടില്ലെങ്കിലോ, ഇത് ലാപ്പിലല്ലേ തന്നിട്ടുള്ളത്. ഇനി ഇത് വേവ് ആണെങ്കിൽ തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എക്ക് അവിടെ 2P അല്ലേ. വേവ് വൈൻഡിങ് ആണെങ്കിൽ A ഈക്വൽ ടു 2 തന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക പറ്റുമെങ്കിൽ, കാരണം അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. Next question, a shunt generator running at 1000 rpm has generated EMF as 220 volt. If the speed increases to 1200 rpm, then the generated EMF will be. വീണ്ടും എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്? ജനറേറ്റഡ് EMF റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ E1 തന്നിട്ടുണ്ട്. E1 എത്രയാ? E1 ഈക്വൽ ടു 220 എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. E1 220 ആണ്. N1 ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് പ്രൈമറി അല്ലേ. നമ്പർ ഓഫ് N1 നോക്കിയേ. എ ഷണ്ട് ജനറേറ്റർ റണ്ണിങ് അറ്റ് 1000 rpm. അപ്പോൾ N1 എത്രയാ? 1000. സ്പീഡ് 1000 കിട്ടി. അതിൽ ജനറേറ്റ് ചെയ്ത EMF എത്രയാണ്? അപ്പോൾ 220 ആണ്. സ്പീഡ് കൂടി എത്രയാണ്? 1200 rpm ആണെങ്കിൽ അല്ലേ, അതായത് N2 എടുക്കാം. N2 ഈക്വൽ ടു എത്രയാണ്? 1200 എന്ന് കൊടുക്കാം. അങ്ങനെയെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന EMF എന്താണെന്നാണ് ക്വസ്റ്റ്യനിൽ. നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ ചെയ്യാം? E1/N1 ഈക്വൽ ടു അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതാണ്? E1/N1 ഈക്വൽ ടു E2/N2. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇത് കണ്ടുപിടിക്കാം. ശരിയല്ലേ. അപ്പോൾ E2 ഈക്വൽ ടു E1 × N2/N1 ആണ്. സോ E1 എന്ന് പറയുന്നത് എന്താണ്? 220 ആണ്. N2 എന്ന് പറയുന്നത് 1200 ആണ്. N1 എന്ന് പറയുന്നത് 1000 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 264 വോൾട്ട് എന്ന് കിട്ടും. ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യനിലെ കറക്റ്റ് ആൻസർ ഏതായിരുന്നു? നമ്മളുടെ ഓപ്ഷൻ എ ആണ്. 192 കേട്ടോ, ഞാൻ വിട്ടുപോയതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ 192 ആണ് കറക്റ്റ് ആൻസർ. ഇതിൽ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്, അതായത് 264 ആണ് കറക്റ്റ് ആൻസർ.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കണ്ടീഷൻ ഫോർ മാക്സിമം പവർ ഇൻ കേസ് ഓഫ് DC മോട്ടോർ ഈസ്. ഒരു DC മോട്ടറിലെ മാക്സിമം പവർ അറ്റൈൻ ചെയ്യുന്ന അല്ലേ, ദ കണ്ടീഷൻ ഫോർ മാക്സിമം പവർ ഇൻ കേസ് ഓഫ് DC മോട്ടർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്, കുറേ ഇക്വേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഏതാണ് കണ്ടീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക് EMF എന്തിന് ഈക്വൽ ആകുമ്പോൾ ഹാഫ് ഓഫ് ദി സപ്ലൈ വോൾട്ടേജ് ആകുമ്പോഴാണ് മാക്സിമം പവർ അറ്റൈൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ബാക്ക് EMF ഈക്വൽ ടു ഹാഫ് ഓഫ് ദി സപ്ലൈ വോൾട്ടേജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Next question number 14. A 20 kVA single phase transformer has 400 turns on the primary and 16 turns on the secondary. The primary is connected to 12,000 volt 50 hertz supply. The secondary voltage on open circuit is. ട്രാൻസ്ഫോമറിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഒരു 20 kVA സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൽ എത്ര ടേൺസ് ഉണ്ട്, 400 ടേൺസ് ഉണ്ട്. അതുപോലെ പ്രൈമറി അല്ലേ, പ്രൈമറി ടേൺസ് എത്രയാണ്, 400 ആണ്. അപ്പോൾ പ്രൈമറി NP ഈക്വൽ ടു എത്രയാണ് വരുന്നത്, 400 ടേൺസ് ആണ്. സെക്കൻഡറി ടേൺസ് എന്ന് പറയുന്നത് എന്താണ്, 60 ആണ്. രണ്ട് ടേൺസും കിട്ടിയില്ലേ. പ്രൈമറിയുടെ സപ്ലൈ വോൾട്ടേജ് എത്രയാണ്, 2000 വോൾട്ട് ആണ് അല്ലേ, 50 ഹെർട്സ് സപ്ലൈ ആണ്. എന്നാൽ സെക്കൻഡറി വോൾട്ടേജ് ഓൺ ഓപ്പൺ സർക്യൂട്ട് ഈസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം, VS/VP ഈക്വൽ ടു NS/NP എന്ന ഫോർമുല യൂസ് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ച പ്രോബ്ലത്തിൽ അല്ലേ, നമ്മളൊരു മോട്ടറിൻ്റെ പ്രോബ്ലം ചെയ്തില്ലേ, EMF, അതേപോലെ തന്നെയാണ് ഇവിടെയും. എന്താണ് ടേൺസ് റിലേറ്റഡ് അല്ലേ, പ്രൈമറി ടേൺസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്, 300 വോൾട്ട് എന്ന് കിട്ടും. എത്രയാണ് കിട്ടുന്നത്, 300 വോൾട്ട് ആണ് കേട്ടോ. Question number 15. If R2 is the secondary resistance and K is the transformation ratio, then the equivalent secondary resistance referred to the primary will be. ഏത് രീതിയിലാണ്, അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതായത് R2/K സ്ക്വയർ ആണ് ആൻസർ വരുന്നത്. ഏതാണ്, R2/K സ്ക്വയർ ആണ്. മനസ്സിലായോ? അതായത് ഒരു R2 നമ്മൾ വൈൻഡിങ് എടുക്കുക, പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ് ട്രാൻസ്ഫോമറിൻ്റെ, എന്നിട്ട് നോക്കിയാൽ മതി. അതായത് R2 എന്ന് പറയുന്നത് സെക്കൻഡറി റെസിസ്റ്റൻസ് ആണ്, K എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ റേഷ്യോ ആണ്. നമ്മൾ ട്രാൻസ്ഫോമർ റേഷ്യോ ഒക്കെ പഠിച്ചിട്ടില്ലേ, K ഈക്വൽ ടു N2/N1 ഈക്വൽ ടു V2/V1 ഈക്വൽ ടു I1/I2 എന്നൊക്കെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ തന്നിട്ടുള്ള എന്താണ്, K എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണെങ്കിൽ ഇക്വലൻ്റ് സെക്കൻഡറി റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി ഏത് രീതിയിലായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ R2/K സ്ക്വയർ ആണ്. ഏതാണ്, R2/K സ്ക്വയറിലാണ് അത് റെഫർ ചെയ്യുന്നത്. Question number 16. A 3-phase 400 volt 50 hertz induction motor has 5% slip. The frequency of rotor EMF will be. എന്താ ചോദിച്ചിട്ടുള്ളത്, ഒരു 3-phase 400 volt ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. എത്രയാണ് ഫ്രീക്വൻസി, ഫ്രീക്വൻസി ഈക്വൽ ടു, ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്, ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ് അല്ലേ, ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. സ്ലിപ്പ് തന്നിട്ടുണ്ട് 5%, കൺവേർട്ട് ചെയ്യുമ്പോൾ 5/100 0.05 വരും അല്ലേ. അപ്പോൾ റോട്ടർ ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. FR ഈക്വൽ ടു, റോട്ടർ ഫ്രീക്വൻസിൻ്റെ ഫോർമുല എന്താണ്, S/F, ഫ്രീക്വൻസി, സ്ലിപ്പ് ഇൻറ്റു ഫ്രീക്വൻസി ആണ്. സോ നമുക്ക് എന്താ കിട്ടുന്നത്, 0.05 ഇൻറ്റു ഏതാണ് വരുന്നത്, 50 ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക ആൻസർ, 2.5 ഹെർട്സ്, 2.5 ഹെർട്സ് എന്ന് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ആൻസർ എത്രയാണ്, 2.5 ഹെർട്സ് ആണ്. മനസ്സിലായോ? ഒരു 3-phase 400 വോൾട്ട് 50 ഹെർട്സ് ഇൻഡക്ഷൻ മോട്ടറിന് 5% സ്ലിപ്പ് ആണെങ്കിൽ അവിടുത്തെ ഫ്രീക്വൻസി ഓഫ് റോട്ടർ EMF കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, FR ഈക്വൽ ടു S/F, അതായത് സ്ലിപ്പ് ഇൻറ്റു ഫ്രീക്വൻസി. സോ എന്താ വരും, 50 ഇൻറ്റു 0.05 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5. ഓപ്ഷൻ സി ആണ്, നോട്ട് ചെയ്യുക കേട്ടോ. സ്ലിപ്പ് 5% ആണ്, കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, 5/100 ദാറ്റ് ഈക്വൽ ടു 0.05 ആണ്, 0.05 ആണ്, നോട്ട് ചെയ്യുക കേട്ടോ. Question number 17. The power factor of a squirrel gauge induction motor is. ഒരു സ്ക്വിറൽ ഗേജ് ഇൻഡക്ടറിന്റെ പവർ ഫാക്ടർ ആണ് ചോദിച്ചിട്ടുള്ളത്. അതെന്താണ്, ഓപ്ഷൻ എ ലോ അറ്റ് ലൈറ്റ് ലോഡ്സ് ഓൺലി, ലോ അറ്റ് ഹെവി ലോഡ്സ് ഓൺലി, ലോ അറ്റ് ബോത്ത് ലൈറ്റ് ആൻഡ് ഹെവി ലോഡ്സ്, ലോ അറ്റ് റേറ്റഡ് ലോഡ്സ് ഓൺലി. ഏതിലാണ്, ലോ അറ്റ് ലൈറ്റ് ലോഡ്സ് ഓൺലി ആണ് കേട്ടോ. ഏതാണ്, ലോ അറ്റ്
ലൈറ്റ് ലോഡ്സ് ആണ്. അപ്പോൾ പവർ ഫാക്ടർ ഓഫ് എ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത് എന്താണ്? എ ലോ അറ്റ് ലൈറ്റ് ലോഡ്സ് ആണ്. അതുകൂടാതെ എന്താണ്? മോട്ടർ ഡ്രോ എ ലാർജ് എമൗണ്ട് ഓഫ് മാഗ്നറ്റൈസിങ് കറന്റ് ഫോർ മാഗ്നറ്റിക് ഫ്ലക്സ് വൈൽ ദ ആക്റ്റീവ് പവർ കോമ്പോണന്റ് ഈസ് സ്മാൾ എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മോർ ആക്റ്റീവ് പവർ അവിടെ ഡ്രോൺ ചെയ്യും. അതുകൂടാതെ എന്താണ്? അവിടുത്തെ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ ഓക്കെ, പവർ ഫാക്ടർ ഓഫ് എ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് ലോ അറ്റ് ലൈറ്റ് ലോഡ്സ് ഓൺലി ആണ്. Next, question number 18. The effective resistance of 2200 volt 50 Hz 440 kVA single phase alternator is 0.5 ohm. On short circuit, a field current of 14 amp given the full load current of 200 amp. The EMF on open circuit with the same field excitation is 1160 volt. The synchronous impedance is ZS. synchronous impedance ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലുതായി ഫീൽ ചെയ്യും, പക്ഷെ എന്താണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഓപ്പൺ സർക്യൂട്ട് EMF ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 1160 വോൾട്ട് ആണ്. ഷോർട്ട് സർക്യൂട്ട് കറന്റ് ASC എന്ന് പറയുന്നത് എത്രയാ? 200 ആംപിയർ നമ്മളെ ക്വസ്റ്റ്യനിൽ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പിഡൻസ് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ്? എന്താ ചെയ്യേണ്ടത്? ഓപ്പൺ സർക്യൂട്ട് EMF ബൈ ഷോർട്ട് സർക്യൂട്ട് EMF ചെയ്താൽ മതി. ഈസി ആയില്ലേ ഇമ്പിഡൻസ്? അപ്പോൾ 1160 വോൾട്ട് ഡിവൈഡഡ് ബൈ 200 ചെയ്ത് കഴിഞ്ഞാൽ 5.8 ഓം എന്ന് കിട്ടും. കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ എ ആണ്. 5.8 ആംപിയർ എന്ന് കിട്ടും. തന്നിട്ടുണ്ട് എല്ലാതും. ഓക്കെ, next question number 90. The frequency of a voltage generated by an alternator having 6 poles and rotating at 1800 rpm is dash hertz. ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ആൾട്ടർനേറ്ററിനെ. അപ്പോൾ എന്നാ ഫ്രീക്വൻസി പറയുമ്പോൾ P into അല്ലേ, P into number of poles into speed divided by 120 അല്ലേ. അപ്പോൾ എന്താ ചെയ്യുക? ഫ്രീക്വൻസി ഈക്വൽ ടു P into N divided by 120. P എന്ന് പറയുന്നത് 6 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, സ്പീഡും തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 6 പോൾസ് തന്നിട്ടുണ്ട്, 1800 rpm തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 6 into 1800 divided by 120 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90 ഹെർട്സ് എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, next question number 20. The V curve of a synchronous motor shown the relationship between. നമ്മൾ V curve പഠിച്ചിട്ടില്ലേ വരയ്ക്കാൻ? അപ്പോൾ V curve ഒരു സിങ്ക്രണസ് മോട്ടറിന്റെ V curve എന്തിന്റെ റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത് അല്ലേ? അപ്പോൾ ഏതാണ് V curve എന്ന് പറയുമ്പോൾ? DC ഫീൽഡ് കറന്റിന്റെയും AC ആർമേച്ചർ കറന്റിന്റെയും റിലേഷൻഷിപ്പിനെയാണ് ആര് കാണിക്കുന്നത്? നമ്മളുടെ V curve റെപ്രസെന്റ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ V curve എന്തിനെയാണ്? സിങ്ക്രണസ് മോട്ടറിൻ്റെ ഏത് റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ DC ഫീൽഡ് കറന്റ് ആൻഡ് AC ആർമേച്ചർ കറന്റിൻ്റെ റിലേഷൻഷിപ്പിനെയാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. എന്താണ്, കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായി പഠിച്ചു പോവുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.